നീയില്ലെങ്കിൽ ഞാൻ ഒരു നിമിഷം ജീവിക്കില്ല. കാമുകി കാമുകനോട്, കാമുകൻ കാമുകിയോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മാതാപിതാക്കൾ മക്കളോട്, മക്കൾ ചിലപ്പോൾ മാതാപിതാക്കളോട്. ഇങ്ങനെ പലരും പല മേഖലയിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് സത്യമാണോ? ഇവരെന്താ നിങ്ങളുടെ ഓക്സിജനാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. അങ്ങനെയാണോ ഇവര്? കുറെ നാൾ വിട്ടു പോയതിനു ശേഷം അല്ലെങ്കിൽ മരണശേഷം തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വന്ന് നോക്കണം. എന്തായിരിക്കും ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ അവസ്ഥയെന്ന്. അവിടെയൊക്കെ നിങ്ങൾക്ക് പകരം പുതിയ അപ്പോയിന്റ്മെന്റ് നടന്നു കാണും. നിങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഇവരൊക്കെ ജീവിക്കുന്നുണ്ടാകും. ഈ ലോകത്ത് നമ്മളെല്ലാവരും വന്നത് തനിച്ചാണ്, പോകുന്നതും തനിച്ചായിരിക്കും. അതുവരെയും നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചു പോയാലും, ആരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയാലും നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് പ്രകൃതി നിയമം. അതിനെതിരെ ആരൊക്കെ ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും അതൊക്കെ തന്നെ പ്രകൃതിക്ക് വിരുദ്ധമാണ്. ഇനി ആരെങ്കിലും പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ഈ ലോകം വിട്ടു പോകുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടൊന്നുമല്ല. സൈക്കോളജിക്കലായിട്ട് പറഞ്ഞാൽ അത് പല രീതിയിലുള്ള ഭീരുത്വം കൊണ്ട് മാത്രമാണ്. ഒരിക്കലും ഒരു ഭീരുവാകരുത്. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ പോയാലും അതെല്ലാം നൈമിഷികം മാത്രമാണ്. ചില ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ വേദന. ജീവിതം മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം, ഒഴുകിക്കൊണ്ടിരിക്കണം. യെസ്.